ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ സാധനമൊക്കെ പറക്കി കെട്ടി എവിടെയാണ് പോകുന്നതെന്നല്ലേ. ഞങ്ങൾ പോകുന്നതെന്ന് പറഞ്ഞാൽ ചിന്തോ എന്ന് പറയുന്ന ഒരു ഐലൻഡിലാണ്. കൊറിയയുടെ അങ്ങേ അറ്റത്തുള്ള ഒരു ഐലൻഡാണ്. ഏകദേശം ഒരു 4-5 മണിക്കൂറുണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് അവിടോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ സാധനങ്ങളെല്ലാം പറക്കി കെട്ടി നമുക്ക് പോകാം. ലെറ്റ്സ് ഗോ. അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മളൊരു റെസ്റ്റിംഗ് ഏരിയയിൽ ഇറങ്ങി. റെസ്റ്റിംഗ് ഏരിയയിൽ ഇറങ്ങിയെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ നിന്ന് ഒരുപാട് നേരത്തെ രാവിലെ ഏകദേശം ഒരു 5 മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്, വെളുപ്പാങ്കാലം. അത് കാരണം നമ്മളൊന്നും കഴിച്ചില്ല, നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ റെസ്റ്റിംഗ് ഏരിയയിൽ ഇറങ്ങിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി. ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിച്ചതെന്ന് വെച്ചാൽ യുക്കെ ജാങ് എന്ന് പറയുന്ന ഒരു ഐറ്റമാണ്. അതിനുശേഷം ഞാനും അമ്മായിയുടെ ഇങ്ങനെ കൺവീനിയൻസ് സ്റ്റോറിൽ ഇങ്ങനെ നടന്നപ്പോൾ കാണാം നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ബാഗ് ഇരിപ്പുണ്ട്. ഉമ്മ ചെറിയ സൈസും ഞാൻ വലിയ സൈസുമാണ് എടുത്തത്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ 5 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മളിതാ ജിന്തോ എന്ന് പറയുന്ന ഐലൻഡിലെത്തി. നമ്മളിവിടെ താമസിക്കാൻ പോകുന്ന ഹോട്ടൽ എന്ന് പറഞ്ഞാൽ സോൾ ബീച്ച് എന്ന് പറയുന്ന ഒരു റിസോർട്ടിലാണ്. ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ ഉള്ള ഒരു റിസോർട്ടാണ്. പുറത്ത് പോയി കറങ്ങി നടക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഈ റിസോർട്ട് എന്ന് പറഞ്ഞാൽ. കാരണം എന്ന് വെച്ചാൽ എല്ലാം ഇതിനകത്ത് തന്നെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മളിവിടെ വന്നപ്പോൾ തന്നെ മഴ തുടങ്ങി കാരണം എനിക്ക് കുറച്ചങ്ങ് വിഷമായി. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്ത് ഇന്നത്തെ ദിവസം പുറത്ത് അവിടെ ഇവിടെയൊക്കെ കറങ്ങാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ പെട്ടെന്ന് മഴ വന്ന്, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ മഴ പോകുമെന്നാണ് ഉമ്മ പറഞ്ഞത്. പോവില്ലെന്ന് അറിയത്തില്ല, എന്നാലും നമുക്ക് നോക്കാം. നമ്മളിവിടെ 2 ദിവസമാണ് താമസിക്കാൻ പോകുന്നത്. 2 ദിവസത്തേക്ക് ഏകദേശം ഒരു 45,000 ഇന്ത്യൻ റുപ്പീസാണ് റൂമിന് മാത്രം. പിന്നെ അല്ലാതെ നമുക്ക് ഈ എക്സ്ട്രാ പാക്കേജുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് പുറത്തൊന്നും കറങ്ങി നടക്കാൻ ഇഷ്ടമില്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ഇൻഫിനിറ്റി പൂള് പാക്കേജ് എന്ന് പറയുന്ന ഒരിതുണ്ട്. അതിൽ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഉൾപ്പെട്ട് ഏകദേശം ഒരാൾക്ക് 7,500 ഇന്ത്യൻ റുപ്പീസ് എക്സ്ട്രാ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ പാക്കേജും കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളിങ്ങോട്ട് വരുമ്പോൾ കാണാൻ ഇവിടെ ഒരു ചെറിയ ഒരു ഷോപ്പുണ്ട്. അതായത് ഈ ഹോട്ടലിൻ്റെ റിസോർട്ടിനകത്തുള്ളതാണ്. നമ്മളിതിനകത്ത് കയറുമ്പോൾ ഒരുപാട് ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് കാണാൻ പറ്റും. എല്ലാം ഹാൻഡ് മെയ്ഡ് ഐറ്റംസാണ്. അതേപോലെ തന്നെ ഹാൻഡ് മെയ്ഡ് ജ്വല്ലറിയൊക്കെ ഉണ്ട്. അതായത് പേൾ വെച്ചിട്ടുള്ളതൊക്കെ നല്ല രസമുണ്ട് കാണാൻ, നല്ല ഭംഗിയുണ്ട്. പക്ഷേ ക്യൂട്ടാണ്, പക്ഷേ ഭയങ്കര റേറ്റാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ വെറുതെ ഐ ഷോപ്പിംഗ് മാത്രം ചെയ്തിങ്ങനെ നടന്നു. 이거 예쁘지 엄마? 예쁘지 엄마 그거? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ക്യൂട്ടായിട്ടുള്ള ഐറ്റംസാണ്, നല്ല ക്യൂട്ടാണ്, കളർഫുള്ളാണ്, അതേപോലെ തന്നെ ഹാൻഡ് മെയ്ഡാണ്. പക്ഷേ എന്താ പറയുക, ഒടുക്കത്ത വിലയാണ്, കൊല്ലുന്ന വില. അതിനുശേഷം നമ്മൾ റൂമിലോട്ട് പോവാണ്. നമ്മൾ ബുക്ക് ചെയ്ത റൂം കുറച്ച് എക്സ്പെൻസീവ് ആകാൻ കാരണം എന്ന് വെച്ചാൽ കടലിൻ്റെ വ്യൂ ഉണ്ട്, സീ വ്യൂ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് എത്തിയ റേറ്റ് കൂടുതൽ.
എന്താണെന്ന് അറിയത്തില്ല, നമുക്ക് പോയി നോക്കാം റൂം എങ്ങനെയാണ്, കാണാൻ ഭംഗിയുണ്ടോ ഇല്ലേ എന്നൊക്കെ. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്ത റൂം ഇതാണ്. 2 റൂമും ഉണ്ട്, അതേപോലെ തന്നെ ബാത്റൂം 2 ഉണ്ട്, പിന്നെ ഒരു ചെറിയൊരു ഹാള്, പിന്നെ ഒരു ബാൽക്കണിയാണ്. അപ്പോൾ കുഴപ്പമില്ല എന്നാണ് തോന്നുന്നത്. ഇത് ഒമ്മായും അബൂജിയും ഈ റൂമിൽ അവർ ഈ റൂം യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇത് ഞാനും ഒപ്പായും കിടക്കാൻ പോകുന്ന റൂമാണ്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു കിച്ചണുണ്ട്, അതേപോലെ തന്നെ ഒരു ചെറിയൊരു സോഫ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് ബാൽക്കണിയിലോട്ട് ഇറങ്ങാൻ പറ്റുന്നത്. ബാൽക്കണി എന്ന് പറഞ്ഞാൽ ബാൽക്കണിയുടെ വ്യൂ ഇതാണ്. ഈ വ്യൂ ഉള്ളതുകൊണ്ടാണ് ഇത്തിരി എന്താ പറയുക റേറ്റ് എത്തി കൂടിയത്. അല്ല സാധാ നമുക്ക് ഈ ബീച്ചിൻ്റെ വ്യൂ കിട്ടാത്ത റൂമും ഉണ്ട്. പിന്നെ നമ്മൾ വന്ന വഴിക്ക് തന്നെ ഒരുപാട് കഴിക്കാനുള്ള ഐറ്റംസ് എല്ലാം വീട്ടിൽ നിന്ന് തന്നെ പാക്ക് ചെയ്ത് കുറേ കൊണ്ടുവന്നുമായിരുന്നു. അതായത് ഫ്രൂട്ട്സുകൾ, ആപ്പിളും തണ്ണിമത്തനും മെലൺ, ഓറഞ്ച്, അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് അമ്മ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്ന് നമ്മൾ വരുന്ന വഴിക്ക്. പിന്നെ കുറേ സ്നാക്സുകളും ഉണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെല്ലാം എപ്പോൾ കഴിച്ച് തീർക്കുമെന്ന്. പേടിക്കണ്ട, എല്ലാം കഴിച്ച് തീർക്കും. ഞാനുള്ളപ്പോൾ ഫുഡ് വേസ്റ്റ് വരും എന്നുള്ള പേടി വേണ്ട, ഞാനെല്ലാം കഴിച്ച് തീർക്കും. അപ്പോൾ ഇതെല്ലാം നമ്മൾ കൊണ്ടുവന്നാണ്. ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു, ഇതെല്ലാം ഇനി കഴിച്ച് തീർക്കണം. 내 신발인가 봐. 라크 우리 저거 신고 여기 아팠어. 오, 엄마 최고예요. 이게 뭐지? 리사? 좋아요? അങ്ങനെ സാധനങ്ങളെല്ലാം അറേഞ്ച് ചെയ്തതിന് ശേഷം നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് വന്ന് ഒരു ഫേമസ് എന്ന് പറഞ്ഞാൽ ഈ ചിന്തോ എന്ന് പറയുന്ന ഐലാൻഡിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻ്റാണ്. ഒരുപാട് സെലിബ്രിറ്റീസ് വന്ന് ഫുഡ് കഴിച്ചിട്ടുള്ള റെസ്റ്റോറൻ്റാണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ റോ മാരിനേറ്റഡ് ക്രാബാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഫുഡ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. 엄마한테 씌워줘봐. 그거 딱 줘봐. 우리 유튜버 엄마한테 씌워줘. 안 잘라서 잘라주면 안 돼. 이쁘게 이렇게. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തതെന്ന് പറഞ്ഞാൽ ബാർബക്യൂ ചെയ്ത അയില മീനും അതേപോലെ തന്നെ റോ മാരിനേറ്റഡ് ക്രാബുമാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഈ അയില മീൻ ബാർബക്യൂ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫുഡാണ്. അതേപോലെ തന്നെ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഈ റോ ക്രാബ് മാരിനേഷൻ ചെയ്ത 2 ടൈപ്പ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ സോയ സോസിൽ മാരിനേഷൻ ചെയ്യുന്നതും, പിന്നെ ഒന്നെന്ന് പറഞ്ഞാൽ ഈ റെഡ് കളർ ഇരിക്കുന്ന ഒരു പേസ്റ്റിൽ, അതായത് കൊറിയൻ റെഡ് പെപ്പർ പേസ്റ്റൊക്കെ ഇട്ടിട്ട് മാരിനേഷൻ ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ സോയ സോസ് മാരിനേഷൻ ചെയ്ത റോ ക്രാബ് ഒരുപാട് തവണ കഴിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒരു കടലിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് വരുന്ന കാരണം എനിക്ക് കഴിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഒമ്മായും ആബുജിയും പറയുന്നതെന്ന് വെച്ചാൽ ഇവിടുത്തെ ഈ റെസ്റ്റോറൻറ്റിലെ മാരിനേറ്റ് ക്രാബ്, അതായത് റെഡ് കളർ ക്രാബ്, അത് നല്ല ടേസ്റ്റ് എന്നാണ്. അതിന് നമ്മൾ പ്രെയറൊക്കെ കഴിഞ്ഞതിന് ശേഷം കഴിക്കാൻ തുടങ്ങി. ഇതെന്ന് പറഞ്ഞാൽ ക്രാബിൻ്റെ ഇൻറ്റസ്റ്റീനാണ്. അതിന് ഇൻറ്റസ്റ്റീൻ ചോറിനകത്ത് വെജിറ്റബിൾസും എല്ലാം കൂടെ ഇട്ട് ഒരുമാതിരി മിക്സ് ചെയ്ത് കഴിക്കുന്ന ഒരു ഫുഡാണ് ഒമ്മ ഓർഡർ ചെയ്തത്. അതിൻ്റെ പേരാണ് ഒരു ബിബിംബപ്പ് പോലെയാണ് ഇങ്ങനെ, അതായത് വെജിറ്റബിൾസും ക്രാബിൻ്റെ ഇൻറ്റസ്റ്റീൻ അരച്ചതുപോലെ ഇരിക്കുന്ന സംഭവം കൂടെ ഇങ്ങനെ ഇട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കുക. അപ്പോൾ ഇതായി കാണുന്ന റോ ഓയിസ്റ്ററാണ്. അപ്പോൾ ഞാൻ റോ ആയിട്ടുള്ള ഓയിസ്റ്റർ അങ്ങനെ കഴിക്കാറില്ല, അതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റ്
ഞാൻ പറയുന്നില്ല. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇത് ഞാൻ ഇപ്പോൾ കഴിക്കുന്നത് പറഞ്ഞാൽ കൊറിയൻ സ്റ്റിർ ഫ്രൈഡ് ഗ്ലാസ് നൂഡിൽസാണ്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പം ഞാൻ എപ്പോഴും വീട്ടിൽ ഉണ്ടാക്കാറുള്ള ഒരു കൊറിയൻ ഫുഡും കൂടെയാണ്. ഞാൻ അതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും അപ്ലോഡ് ചെയ്തേക്കാം. അയില മീൻ ബാർബക്യൂ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഫുഡാണ്. സത്യം പറയാതെ ഭയങ്കര ടേസ്റ്റാണ്. സാധാരണ നമ്മുടെ നാട്ടിലെ പൊരിച്ച മീനാണോ ഇതാണോ ടേസ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും പറയും ഇതാണ്. കാരണം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും ചേർക്കുന്നില്ല, വെറും ഉപ്പ് മാത്രമാണ് ചേർക്കുന്നത്. അതിങ്ങനെ ബാർബക്യൂ ചെയ്തെടുക്കുന്നതിന് പക്ഷെ ഭയങ്കര ടേസ്റ്റാണ്, ഹെൽത്തിയാണ്. ഈ സ്പൈസി മാരിനേറ്റഡ് ക്രാബ് കഴിക്കാൻ വേണ്ടിയിട്ട് ഉമ്മായോ ആബോജിയും കൂടെ എന്നെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിച്ച് നോക്കൂ എന്ന് പറഞ്ഞ്. അപ്പോൾ എന്തായാലും ഉമ്മായോ ആബോജി ഇത്രയും പറയുന്നല്ലേ കഴിച്ച് നോക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമുക്കൊന്ന് കഴിച്ച് നോക്കാം ഇതെങ്ങനെയാണ് ടേസ്റ്റ് എന്ന്. 어때? 괜찮지? 테스팅 도 그랬어? ഗൈസ്, നിങ്ങൾ വിശ്വസിക്കുമെന്ന് അറിയത്തില്ല, അടിപൊളി ടേസ്റ്റായിരുന്നു. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. നമ്മുടെ ആ പച്ച ഞണ്ടിൻ്റെ ആ ഒരു ടേസ്റ്റ്, ആ പച്ച ഒരു ടേസ്റ്റിൻ്റെ ആ ടേസ്റ്റ് വരുന്നതുമില്ല, ആ ടേസ്റ്റിന് പച്ച ആ ഒരു നാറ്റവും ഇല്ല. അതേപോലെ തന്നെ ആ സോസ് നല്ല ടേസ്റ്റായിരുന്നു. ആ റെഡ് കളർ പേസ്റ്റ് നല്ല ടേസ്റ്റാണ്. അതേപോലെ തന്നെ ആ മീറ്റ് എന്ന് പറയുന്നത് ക്രാബിൻ്റെ മീറ്റ് സോഫ്റ്റാണ്, അതേപോലെ തന്നെ നല്ല ക്രീമിയാണ്. അപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അത്രയും നല്ല ടേസ്റ്റാണെന്ന്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് റോ ആയിട്ടുള്ള ഐറ്റം കഴിച്ചിട്ട് ഞാൻ കൊള്ളാമെന്ന് പറയുന്നത്. നല്ല ടേസ്റ്റായിരുന്നു. നമ്മുടെ നാട്ടിലുള്ളവർ കഴിച്ചാലും നമ്മുടെ മലയാളികൾ കഴിച്ചാലും നമുക്ക് ഇഷ്ടപ്പെടും, ആ രീതിക്കുള്ള ടേസ്റ്റാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ കഴിച്ച വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ വാള മീനിനെ പിന്നെ നമ്മുടെ നാട്ടിൽ ട്രിവാൻഡ്രം സൈഡിൽ വാള എന്നാണ് പറയുന്നത്, ബാക്കി വേറെ സ്ഥലങ്ങളിൽ തള എന്നൊക്കെ പറയും തോന്നുന്നു. അതിനെ അരച്ച് പേസ്റ്റാക്കി എന്താ പറയുക ചില്ലി പൗഡർ എന്തൊക്കെ ചേർത്ത് ഒരു പേസ്റ്റാക്കിയതാണ്. അതും നല്ല ടേസ്റ്റായിരുന്നു. അതും ഇങ്ങനെ ചോറിൽ ഇങ്ങനെ തേച്ചിട്ട് നമ്മുടെ സീവീഡ് ഇങ്ങനെ റാപ്പ് ചെയ്തിട്ട് കഴിക്കണം. നല്ല ടേസ്റ്റാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നെക്സ്റ്റ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ചിന്തോ എന്ന് പറയുന്ന ഈ ഐലാൻഡിൽ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മൾ പോയിരിക്കേണ്ട ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേരാണ് ഉള്ളിം സംപാങ് എന്ന് പറയുന്ന ഒരു വില്ലയും ഗാർഡനുമാണ്. അപ്പോൾ ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ചൂസോൺ ടിനസ്റ്റിയിൽ ജീവിച്ചിരുന്ന ഹോരോങ് എന്ന് പറയുന്ന ഒരു പെയിൻറ്ററിൻ്റെ വീടാണ്. അപ്പോൾ ഇവിടെ താമസിക്കാനും അതേപോലെ തന്നെ ഇവിടെ താമസിച്ചുകൊണ്ട് ചിത്രം വരയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് ഹോരിയോൺ എന്ന് പറയുന്ന ആ പെയിൻറ്റർ നിർമ്മിച്ച ഒരു വില്ലയാണ്. ഇപ്പോൾ ടൂറിസ്റ്റ് പ്ലേസായിട്ട് ഇങ്ങനെ യൂസ് ചെയ്യുന്നതേ ഉള്ളൂ, വന്നിങ്ങനെ കാണാൻ വേണ്ടിയിട്ടും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ സ്ഥലം ഇഷ്ടപ്പെടും. അത്രയ്ക്ക് അടിപൊളിയാണ്. ഇവിടെ കിട്ടുന്ന വൈബ് എന്ന് പറഞ്ഞാൽ എന്തോ നമ്മുടെ കേരളത്തിൻ്റെ ഒരു എന്താ പറയുക വയനാട് ആ ഒരു സൈഡിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന അതേ സെയിം വൈബാണ്. അതേപോലെ തന്നെ ഇവിടെ ഒരുപാട് റെയറായിട്ടുള്ള ചെടികളൊക്കെ വെച്ച് ഉണ്ടെന്നാണ് കേട്ടത്. പിന്നെ നമ്മളിവിടെ വരുന്ന സമയത്ത് നമുക്ക് കാണാം ഹാനോക്ക് ടൈപ്പിലുള്ള വീടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഈ ഹോരിയോൺ എന്ന് പറയുന്ന ആൾ അയാൾക്ക് താമസിക്കാനും പെയിൻ്റൊക്കെ ചിത്രം വരയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ വീടാണ്. 아이 그러지 마. 나쁜 놈이야, 나쁜 년. 나빴어요. 그러면 안 돼요. 너무 멋있다. 이런 거다 다 내가 찍어줘. 일부러 라이프를 이제 원해서 그렇게 한 거야. 여기 막 물 흘러가는 거 보여, 이렇게. 비가 많이. 산에서 나오는 것 같다, 그치? 저기 비가 갔던 집이야. 산이야. അപ്പോൾ ഇവിടെ എഴുതി വച്ചേക്കുന്ന അത് വായിച്ചപ്പോഴാണ് മനസ്സിലായത് ഈ ഹോരിയോൺ എന്ന് പറയുന്ന ആൾ സ്വന്തമായിട്ട്
ഇത് വെറും ഒരു മലയുടെ താഴ്ഭാഗമായിരുന്നു. അതിനെ ഇങ്ങനെ സ്വന്തമായിട്ട് എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ് അയാൾക്ക് താമസിക്കാനുള്ള വീടും ഉണ്ടാക്കി. അതേപോലെ തന്നെ റെയറായിട്ടുള്ള ഒരുപാട് ചെടികളും അതേപോലെ തന്നെ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച്, അതായത് ഒരു ഇമ്മോർട്ടലായിട്ടുള്ള ഒരു ഇമ്മോർട്ടൽസ് ജീവിക്കുന്ന ആ ഒരു സാങ്കല്പികമായ ഒരു ലോകം പോലെ അയാളിങ്ങനെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ സ്ഥലമാണ് എന്നാണ് അവിടെ എഴുതി വച്ചേക്കുന്നത്. അതേപോലെ തന്നെ ആബുജി എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്ന് അത് പണ്ടത്തെ ടൈപ്പിലുള്ള വീട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഗൈസ് നോക്കിയാൽ ഞാൻ പറഞ്ഞില്ലേ, നമുക്കിവിടെ വരുമ്പോൾ ഒരു വയനാടിൻ്റെ ഫീൽ കിട്ടുന്നു. ആ സൈഡിലോട്ട് നോക്കി മലയാണ്, മലയുടെ മുകളിൽ ഇങ്ങനെ കോടമഞ്ഞ് ഇങ്ങനെ ഇറങ്ങുവാണ്. സത്യം പറഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കേരളം വയനാട് ആ ഒരു ഫീലേ വരത്തുള്ളൂ. അത്രയ്ക്ക് ഭംഗിയാണ്. അങ്ങനെ ഞാൻ ഉമ്മാടത്തും ആബുജിയടുത്തും പറഞ്ഞ് നമ്മുടെ കേരളവും ഇതേപോലെയാണ് കാണാനെന്ന്. അപ്പോൾ ഇനി നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ ഹൊരിയൻ എന്ന് പറയുന്ന അവർ പെയിൻറ്ററായിരുന്നല്ലോ, അപ്പോൾ അവരുടെ തലമുറക്കാർ വരച്ചിരുന്ന പെയിൻറ്റിങ്സ് മൊത്തം ഇവിടെ വെച്ചിട്ടുണ്ട്. അത് കാണാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ഹൊരിയൻ എന്ന് പറയുന്ന അവരുടെ ഫാമിലി ട്രീ. അപ്പോൾ ഇപ്പോഴും ആൾക്കാരുടെ അതായത് ഗ്രാൻഡ് സണ്ണൊക്കെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നാണ് അവിടെ എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ ഈ ഹൊരിയൻ എന്ന് പറയുന്ന ആൾ മരിച്ചിട്ട് പിന്നെ അവരുടെ മകൻ അയാളെപ്പോലെ ചിത്രം വരയ്ക്കാൻ തുടങ്ങി. പിന്നെ അയാൾ മരിച്ചു കഴിയുമ്പോഴത്തേക്ക് അവരുടെ മകൻ, അങ്ങനെ ഒരുപാട് തലമുറ ഇങ്ങനെ കൈമാറി ആ പെയിൻറ്റിങ് വരയ്ക്കുന്നതിൻ്റെ രീതി കൈമാറി ഇങ്ങനെ പോയതാണ്. 맞아요. 매화 볼까봐? 아이고 이쁘겠지. 그치? 왜 이렇게 뭘 쳐다봐? 매화인가? 이거 진짜야? 응. 나는 거기랑 생각했어. 진짜 무슨 있고. 그리고 이런 거 너무 비싼 거지? 이거 있는 거 같은데. ഈ ജിന്തോ എന്ന് പറയുന്ന ഐലൻഡിൽ ഫേമസ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പട്ടിയുണ്ട്. ഇവിടെ ഉള്ള പട്ടിയുടെ പേരാണ് ചിന്തോ പട്ടി. അപ്പോൾ ഇത് ലോകത്തിൽ ഈ കൊറിയയിൽ ഈ ചിന്തോ എന്ന് പറയുന്ന ഐലൻഡിൽ മാത്രമുള്ള പട്ടിയാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു 3D വിഷ്വൽ റൂമാണ്. അപ്പോൾ എനിക്കും ഒപ്പാക്ക് ഇങ്ങനെയുള്ള റൂം ഭയങ്കര ഇഷ്ടമാണ്. ഞാനും ഒപ്പായോടെ ഒരുമാതിരി തെണ്ടിപ്പിള്ളരെ പോലെ ഇങ്ങനത്തെ ഈ റൂമിൽ ഇങ്ങനെ അലഞ്ഞ് ചിരിഞ്ഞ് നടന്നില്ല ഇങ്ങനെ തൊട്ട് നോക്കുന്ന ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും. അങ്ങനെ ഒരുപാട് അലഞ്ഞു തിരിഞ്ഞൊക്കെ നടന്നതിന് ശേഷം നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നു ഇത് നിങ്ങൾ തീറ്റി മാത്രമേ ഉള്ളൂ എന്ന്. അപ്പോൾ നമ്മൾ എവിടെ പോയാൽ അന്നമാണ് നമ്മുടെ ഉന്നം. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നത് ഒരു ഒക്ടോപ്പസ് സൂപ്പൊക്കെ കിട്ടുന്ന ഫേമസ് ആയിട്ടുള്ള മറ്റൊരു റെസ്റ്റോറൻറ്റിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ഒക്ടോപ്പസ് അങ്ങനെ കഴിക്കാറില്ലാത്തതുകൊണ്ട് ഞാൻ ഓർഡർ ചെയ്തത് ബീഫിൻ്റെ ബിബിംബപ്പാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കുന്ന റൈസാണ് ബീഫ് ഇട്ടിട്ടുള്ളത്.
അപ്പോൾ ഇതാണ് ഞാൻ ഓർഡർ ചെയ്ത ബീഫിൻ്റെ ബിബിംബാപ്പ്. അപ്പോൾ ഇവിടെ ഒക്ടോപ്പസ് സൂപ്പ് ഫേമസ് ആണ്, കിട്ടുമെന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ജീവനുള്ള ഒക്ടോപ്പസിനെ തിളയ്ക്കുന്ന സൂപ്പിൽ കൊണ്ടിടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഉമ്മായോ അബുജി ഒപ്പായോ എൻ്റെ അടുത്ത് പറഞ്ഞതുമില്ല. പാവങ്ങൾ നോക്കി കിടന്ന് പെടയുന്ന നോക്കിയേ, ഒന്നുമില്ലെങ്കിലും കൊന്നിട്ടിടായിരുന്നു അല്ലേ. ഞാൻ കണ്ട സമയത്ത് എനിക്കൊരു ചെറിയൊരു മനസ്സിലെന്തോ ഒരു വിഷമം പോലെ തോന്നി. പക്ഷേ ആ കൊറിയക്കാർക്ക് ഇങ്ങനെയുള്ള ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവരുടെ കൾച്ചറാണ് ഇങ്ങനെയുള്ള ജീവനുള്ള ഫുഡ്, അതായത് ഫ്രഷ് ആയിട്ടുള്ള ഫുഡ് ഇങ്ങനെ സൂപ്പൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത്. അപ്പോൾ എന്തായാലും എനിക്ക് ചെറിയൊരു വിഷമം തോന്നി ആ ജീവനുള്ള അതിനെ അങ്ങനെ സൂപ്പിനകത്തിട്ട് ഇങ്ങനെ തിളപ്പിച്ചപ്പോൾ. 여기서 바닷물 골라주는 건 멀어요? 아니 바로 옆 동네예요. 옆 동네하고 앞에 서가. 언제 갈라져요? 이제 날마다 갈라지는 게 아니고 1년에 한 5차 정도 갈라져요. 딜리셔스. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ അതായത് ഒക്ടോപ്പസിലും കണവയിലൊക്കെ ഇരിക്കുന്ന ആ ഇങ്ക് കഴിക്കുന്നവരെ കാണുന്നത്. അബുജി പറഞ്ഞത് ആ ഇങ്ക് എന്ന് പറഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഐറ്റം എന്ന് പറഞ്ഞ് അബുജി ആ ഇങ്ക് ഇരിക്കുന്ന ഭാഗം മാത്രം കട്ട് ചെയ്ത് കഴിച്ച് അങ്ങനെ പല്ലിലെല്ലാം ഒട്ടി മുറുക്കാൻ ചവച്ചോരെ പോലെ ആയി അബുജിയുടെ പല്ല്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ച് റൂമിൽ വന്നത് ഇതാണ് നൈറ്റ് വ്യൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബൈ ബൈ.